അടുത്ത എന്താണ് നമുക്ക് കാണേണ്ടത്? ഒരു പാട്ടാണോ സ്കിറ്റാണോ? കേട്ടില്ല. സ്കിറ്റാണോ കാണണ്ടേ? ഓക്കെ, നിങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ അടുത്തത് സീനിയേഴ്സിന്റെ ഒരു സ്കിറ്റാണ്. ഇതുവരെ അവതരിപ്പിച്ചതിനെക്കാട്ടിലും ഏറെ മടങ്ങ് ശക്തിയോടുകൂടിയാണ് അടുത്ത സ്കിറ്റ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നല്ലപോലെ കൈയടിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് സീനിയേഴ്സിന്റെ സ്കിറ്റിനെ വരവേക്കുക. പ്രിഞ്ചിത് ആൻഡ് ടീം. ദൈവനാമത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. അടുത്തൊരു ബെല്ലോടുകൂടി മനുഷ്യവിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അത്യപൂർവമായൊരു ദൃശ്യവിരുന്ന് ഗോഡ്സ് ഓൺ മിനിസ്ട്രിയുടെ സ്ക്രിപ്ചർ സ്കൂൾ CVM ആനിവേഴ്സറിയോടനുബന്ധിച്ച് വേദിയിൽ അരങ്ങേറുന്ന പ്രത്യാശയുടെ സന്ദേശം, മമ്രയിലെ വ്ളോഗറും വാഗ്ദത്തവും. ഈ മനോഹരമായ കലാസൃഷ്ടിക്ക് കഥാതിരകഥാ സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത് സിസ്റ്റർ സിബി, ബ്രദർ ലിബിൻ, ബ്രദർ എൽസൺ. ഈ നാടകത്തിന്റെ സംഗീത മാസ്മരിക ഭാവങ്ങൾ പകരുന്നത് ഗൂഗിളിന്റെ സ്വന്തം യൂട്യൂബ്. തിരശ്ശീല ഉയരുമ്പോൾ വേദിയിൽ കഥാപാത്രങ്ങൾക്ക് ജീവനും ഭാവവും നൽകുന്നത് അബ്രഹാമായി, ഗോഡ്സ് ഓന്റെ സ്വന്തം അഡ്മിൻ ബ്രദർ പ്രിഞ്ചിത്, സാറയുടെ വേഷത്തിൽ അഡ്മിന്റെ ഭാര്യ സിസ്റ്റർ ഷെറിൻ, എലിയാസറായി ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ബ്രദർ ലിബിൻ, ഹാഗാറായി ഇപ്പൊ പറഞ്ഞ പ്രോഗ്രാം കോർഡിനേറ്ററിന്റെ ഭാര്യ സിസ്റ്റർ സിബി, ലോത്തായി ഗോഡ്സ് ഓൺ ഈവന്റ് മാനേജ്മെന്റിന്റെ ഓരോ പ്രോഗ്രാമുകളും കയ്യിലിട്ട് അമ്മാനമാടുന്ന അഡ്മിനായി പ്രവർത്തിക്കുന്ന ബ്രദർ റോബർട്ട്, പാസ്റ്ററായി വേഷമിടുന്ന ഈ കാലഘട്ടത്തിലെ പ്രവചനത്തിന്റെ ശബ്ദമായ പാസ്റ്റർ രജ. അതെ അതെ അതെ. Next, I would like to introduce our international actor, Brother Chris, as an assistant pastor. മമ്രയുടെ ക്രിസ്ത്യൻ വ്ലോഗറായി ഗോഡ്സ് ഓൺ ഈവന്റ് മാനേജ്മെന്റിന്റെ അഡ്മിനും പൗർവശന്റെ പേരിൽ ബ്രദർ ബ്രിഞ്ചിത്തിനെ സോപ്പിട്ട് ഗോഡ്സ് ഓണിന്റെ മുക്കിലും മൂലയിലും ഇടം പിടിച്ച സൗണ്ട് എഞ്ചിനീയർ ബ്രദർ എൽസൺ. ഇവർക്കൊപ്പം ശബ്ദ സാന്നിധ്യമായി ഈ നാടകത്തിന് മാറ്റുകൂട്ടുന്ന അബ്രഹാമിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം നൽകിയിരിക്കുന്നത് ബ്രദർ റിജോയ്സ്. ഈ നാടകത്തിന്റെ പൂർണ്ണതയ്ക്കായി ശബ്ദ നിയന്ത്രണവും വിന്യാസവും നിർവഹിക്കുന്നത് പ്രശസ്ത സൗണ്ട് എഞ്ചിനീയർ എൽസൺ പത്തനംതിട്ട. വിശ്വാസവും തമാശയും വാക്തത്വങ്ങളും കോർത്തിണക്കി ഗോഡ്സ് ഓൺ പ്രൊഫഷണൽ തിയേറ്റേഴ്സ് അണിയിച്ചൊരുക്കുന്ന ഈ നാടകം ഇതാ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ടൈം ട്രാവൽ പോലെ ഒരു ക്രിസ്ത്യൻ വ്ലോഗർ പഴയ കാലഘട്ടത്തിലേക്ക്. ഇതാ നിങ്ങളോടുള്ള ഞങ്ങളുടെ ഒരു എളിയ റിക്വസ്റ്റ്. ഞങ്ങളുടെ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കൈയടികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഹാപ്പി മോർണിംഗ് ഗായ്സ്. ഇത്തവണയും നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ് ഗായ്സ്. ഇതോടുകൂടെ നമ്മൾ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ പേഴ്സണായ അബ്രഹാമിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പച്ചൻ ഫുൾ സെറ്റാണ് മക്കളെ. ആട്, മാട്, ഒട്ടകം, പിന്നെ സമ്പത്തുകൾ ധാരാളം. പിന്നെ പറയാതിരിക്കാൻ വയ്യ ഗൈസ്, ഈ 99-ലും അപ്പച്ചന്റെ ഒരു ഗ്ലാമർ. അപ്പൊ ഗൈസ്, നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നേരെ നമുക്ക് അപ്പച്ചന്റെ അടുത്തേക്ക് അങ്ങ് പോവാം. അപ്പച്ചോ സുപ്രഭാതം. ദേ ഒന്നിങ്ങോട്ട് നോക്കിയേ. ദേ ഈ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞേ. നീ ഏതാടാ കൊച്ചനെ? എവിടെ നീ വടിയും കോലൊക്കെ ആയിട്ട് എന്റെ മുഖത്ത് നോക്കി നീ എന്നെ പറയുന്നേ? ഓ എന്റെ പൊന്നപ്പച്ച, ഇത് വടിയും കോലും ഒന്നും അല്ല. ദേ നോക്കിക്കേ, ഇതൊരു ക്യാമറയാ. എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ് പറ. അവർക്കെല്ലാം നമ്മളെ ലൈവായി കാണാൻ പറ്റും. അതൊക്കെ പോട്ടെ, ഈ 90-കളിലും അപ്പച്ചന്റെ ഈ ഗ്ലാമറിന്റെ രഹസ്യം ഒന്ന് പറയാമോ? വല്ല ഫിൽറ്ററോ ആണോ? ഒന്ന് പോടാ കൊച്ചനെ. എന്റെ ഫിൽറ്ററൊക്കെ എന്റെ കർത്താവിലുള്ള വിശ്വാസമാണ്. ഓ അപ്പച്ചന്റെ ഒരു കാര്യം. അതൊക്കെ പോട്ടെ, എന്താ അപ്പച്ചന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്റെ പ്ലാൻ ഈ മണലാരണ്യത്തിൽ ഒരു വലിയ സാമ്രാജ്യം പണിയുക എന്നുള്ളതാണ്. ഇതെന്നാ അപ്പച്ച ഓരോ മണലും ഇങ്ങനെ എണ്ണുന്നേ? എടാ വ്ളോഗറെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല, കുറേ കാലമായി. അല്ലപ്പച്ച, ഇതാരാ? പരിചയപ്പെടുത്തിയില്ലല്ലോ. എടാ മോനെ, ആ കോൽ ഇങ്ങോട്ട് കാണിക്കേ. ഞാൻ തന്നെ പറയാം, ഞാനാണ് എലിയാസർ.
ഈ കാണുന്ന സകല സ്വത്തിൻ്റെയും ഒരേ ഒരു അവകാശി. കാരണം അപ്പച്ചന് മക്കളില്ലല്ലോ. എടാ എലയാസറേ, ഇതിനു വേണ്ടി നീ അടുപ്പത്ത് വെച്ചേക്കുന്ന വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇതൊക്കെ എൻ്റെ അപ്പൻ എന്നോട് നേരത്തെ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാ. ഇത് തന്നെയാ ഞാനും പറഞ്ഞത്. പകൽ മുഴുവൻ മണലെണ്ണി നടക്കും, രാത്രി മുഴുവൻ നക്ഷത്രം എണ്ണിക്കിടക്കും. ഇതാണല്ലോ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഓ ഡാർക്ക്. ദേ അപ്പച്ച ലോത്ത്. ഓ ഗൈസ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആട് മാട് അത് മാത്രമല്ല പോത്ത് കൊണ്ട് പോത്തിനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ പോത്തിനെ കാണാം, അതിൻ്റെ സൈസ് കാണാം, അപ്പച്ചനെ എപ്പടി പുഷ്ടിപ്പെടുത്തി നമുക്ക് നോക്കാം. എൻ്റെ പൊന്നപ്പച്ച, അതാണ് ഈ പയ്യൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. എടാ അത് പോത്തല്ലടാ, ലോത്ത്. ഈ അപ്പച്ചൻ്റെ സഹോദരൻ്റെ മോൻ ലോത്ത്. നീ അടി വാങ്ങിച്ച് തരല്ലേ. ആ ഉപ്പപ്പോ, എന്നതാ ഇവിടെ പരിപാടി? വ്ളോഗാണോ? എന്നാ ജീവിതം ഡോക്യുമെന്ററിയിലാക്കുള്ള പ്ലാനാണോ? ആ മോനെ ലോത്തെ, നീയോ? എന്താ രാവിലെ ഈ വഴിയൊക്കെ? ഞാൻ സ്വതം വരെ പോയിട്ട് വരുന്ന വഴിയാ പച്ച. എടാ ലോത്തെ, പിള്ളേരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ എന്നാ പറയുന്നു? അവിടെ കാര്യം പറയാതിരിക്കുന്ന പച്ച നല്ലത്. വചനവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട. മുഴുവൻ സമയം മൊബൈലില്ല. മൂത്തവളാണ് ദേവദാസന്മാരെ കളിയാക്കി ട്രോള് വിട്ട് കമൻറ്റ് വിട്ട് ജീവിതം നശിപ്പിക്കുന്നു. ഇളയുള്ള കാര്യമൊന്നും പറയണ്ട. രാവിലെ സൂമ്പ തൂമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങും. ഞാൻ പറഞ്ഞു മടുത്തപ്പച്ച. സ്വതം മുഴുവൻ അവരിപ്പോൾ വരുന്നു. എന്താടാ ലോത്തെ, ഒരു ക്ഷീണം, ഉറക്കം വരുന്നുണ്ടോ? എടാ ലോത്തെ, നീ ആ പച്ചപ്പുല്ലും തേടി പോയതല്ലേ? അവര് കാരണം അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരുമോ? എന്റെ അച്ചായ, ഈ സാർ എന്നോട് എപ്പോഴും വഴക്കാ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാനോ? ഞാൻ പറയുന്നതെല്ലാം നിനക്ക് വഴക്കാന്നല്ലോ. എൻ്റെ ഉപ്പാപ്പ, നിങ്ങൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്കിടന്ന് പെട്ടുപോത്തേ ഉള്ളൂ. എൻ്റെ കൂടെ അങ്ങ് പോരെ. നമുക്ക് വല്ല റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിട്ട് അവിടെ കഴിയാം. ഞാനില്ലേ ഇല്ല. നീ വേഗം പൊയ്ക്കോ, നേരം ഇരുട്ടി തുടങ്ങി. അതാ ലോത്തെ നിനക്ക് നല്ലത്. ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നത്. സാറാമച്ചേ, എന്നാക്കേണ്ട വിശേഷം? ഇവിടുത്തെ വിശേഷമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ തന്നെ കേട്ടില്ലേ എന്നെ കുറിച്ചുള്ള പരാതികൾ? ഡാ കൊച്ചനെ, നിന്റെ മുമ്പിൽ ഈ വടി പോലെ നിൽക്കുന്ന എന്നെ നീ കണ്ടില്ല. നീ സാറാമ്മച്ചി മാത്രമേ കണ്ടുള്ളോ. ഇവിടെ ഇപ്പൊ ഭരണം എന്റെ കയ്യിലാ, അതാരും മറക്കണ്ട. എൻ്റെ പൊന്ന് ആകാറമ്മച്ചി, ഇതല്ലേ അപ്പച്ചൻ്റെ ഒഫീഷ്യൽ വൈഫ്? അതുകൊണ്ടല്ലേ ഞാൻ. ഓഹോ, അപ്പൊ ഒഫീഷ്യലിനും അൺഒഫീഷ്യലിനും ഒക്കെ ഉണ്ടല്ലേ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങള്. ആ, അങ്ങനെയൊക്കെ തന്നെയാ. ഞാനാണ് ഒഫീഷ്യൽ. ഓ എൻ്റെ ദൈവമേ, ഇതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടല്ലോ. എടാ മോനെ, ഇത് ഞങ്ങൾക്ക് പതിവാ. ഈ രണ്ടും എന്നും ഇങ്ങനെ. എലിയാസറേ, നീ അധികം അഭിപ്രായം ഒന്നും പറയണ്ട. ദേ, ഇവൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഓ പിന്നെ, ഞാൻ എന്തെങ്കിലും പറയാൻ നോക്കിയിരിക്കുമായിരുന്നല്ലോ. അല്ലേലും ആവശ്യമുള്ള ഒരു കാര്യം ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചാട്ടം കൂടുതൽ. അമ്പട കേമാ, കഥയ്ക്ക് ഇങ്ങനെ ഒരു ടിസ്റ്റോ? അതൊക്കെ ഒരു കാലം. ഈ വിളന്മാര് കാരണം എനിക്കുള്ള വാക്തത്വം ഇനി ദൈവം തരാതിരിക്കുമെന്നാ എൻ്റെ പേടി. എടാ മോനെ, നീ അവനോടൊന്നും ചോദിക്കണ്ട. അവൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയും. അതിന് ഇത്ര വലിയ രഹസ്യമൊന്നും ഇവിടെ ഇല്ലല്ലോ. ആകാശത്തിലെ നക്ഷത്രം എണ്ണുന്നതും മണൽ എണ്ണുന്നതൊന്നും അതൊന്നും അത്ര വലിയ രഹസ്യമുള്ള കാര്യമൊന്നുമല്ല. നീ എന്നോട് ചോദിക്ക്, ഞാൻ പറയാം ഇവിടെ എന്താ നടക്കുന്നതെന്ന്. എന്റെ പൊന്ന് സാഗറെ, സാഗറെ ഒന്നും മിണ്ടാതിരി. രണ്ടും കണ്ട അപ്പ തുടങ്ങും. ദേ ആരോ വരുന്നുണ്ട്, ഇങ്ങോട്ടാണെന്നാ തോന്നുന്നത്. ഇനി അവരെയും കൂടെ അറിയിക്കല്ലേ ഇവിടുത്തെ പുകില്. ഓ ഗായ്സ്, ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ ഈ ചൂടൻ ചർച്ചയിലേക്ക് ഒരു ഗസ്റ്റ് എൻട്രി. കണ്ടിട്ടൊരു പ്രവാചകനാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. ഹലോ, വെൽക്കം ടു മൈ വ്ലോഗ്. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഇതെന്താടാ കൊച്ചിനെ കാണിക്കുന്നത്? ഞാനിവിടെ അബ്രഹാമിനെ കാണാൻ വന്നത്. ഇതെന്താ ഇത്ര വലിയ ബഹളം? ആസ്റ്റർ വന്നാ നന്നായി. ദേ, ഈ ഹാഗാറിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവൾക്കിപ്പോ ഭയങ്കര അഹങ്കാരമാ. എന്റെ പൊന്നു പാസ്റ്ററെ, എനിക്ക് അഹങ്കാരമൊന്നുമില്ല. ഈ സത്യമൊക്കെ പറഞ്ഞാൽ എങ്ങനെ അഹങ്കാരം ആകുമോ?
ഈ നക്ഷത്രം എണ്ണുന്നതും മണൽ എണ്ണുന്നതും ഒക്കെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളാ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എങ്ങനെ എനിക്ക് അഹങ്കാരമാകുന്ന ഇത് പറയുന്നത് കൊണ്ട്? അച്ഛാ ഇപ്പോഴും മണൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണോ? അച്ഛാ വിശ്വാസമൊക്കെ നല്ലതാ, പക്ഷെ ഈ ബ്ലോഗറൊക്കെ വന്ന് ലൈവ് ഇടുന്നതൊക്കെ ശരിയാണോ? അയ്യോ പാസ്റ്ററെ, ഇത് കണ്ടന്റ് ആണ്, ചതിക്കല്ലേ. അപ്പച്ചൻ സ്റ്റാറാണ്. 99 വയസ്സിലും ഇങ്ങനെ ഓടി നടക്കുന്നത് ലോകം അറിയണ്ടേ? എൻ്റെ പൊന്ന് പാസ്റ്ററെ, ഇവരോട് ഞാൻ പറയുന്നതാ സോതോമിലേക്കൊന്ന് വരാൻ. അവിടെ നല്ല ബിസിനസ് സാധ്യതകളുണ്ട്. എന്നാ വിട്ടു വരത്തില്ല. ലോത്തെ, നീ സോതോമിലേക്ക് പോയത് പച്ചപ്പ് കണ്ടാണ്. ഇപ്പോഴത്തെ സോതോമിന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. ഇങ്ങനെ പോയാൽ നിന്റെ തലമുറകളും കുടുംബവും എല്ലാം നഷ്ടപ്പെടും. അതിനു മുമ്പ് നീ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അച്ഛാ, എനിക്ക് നിങ്ങളോട് കുടുംബത്തോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ദൈവം കണ്ടു. എടാ മോനെ, ആ ക്യാമറ ഓഫ് ചെയ്യണ്ട, നീ ഇതുകൂടെ റെക്കോർഡ് ചെയ്തോ. കാരണം നാളെ ഇതൊരു ചരിത്രമാണ്. അമ്മാവൻ, ഞാൻ ഇന്ന് ഈ വീട്ടിൽ വന്നത് ദൈവം എന്നോട് പറഞ്ഞൊരു ദൂത് കൈമാറാൻ വേണ്ടിയാണ്. ഇന്ന് വരെയുള്ള നിങ്ങളുടെ വാക്തർക്കങ്ങളും മുൻവിധികളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അല്പസമയം നമുക്ക് ദൈവിക ദൂതുകൾ സംസാരിക്കാം. ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അടുത്ത വർഷം ഈ കുടുംബത്തിനകത്ത് ഒരു വാഴ്ത്തത്ത സന്തതി ജനിക്കും. അത് നിങ്ങൾ ഐക്യതയോടും സ്നേഹത്തോടും നിന്നെങ്കിൽ മാത്രമേ ആ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുകയുള്ളൂ. അതൊക്കെ പറയാൻ എളുപ്പമാ പാസ്റ്ററെ. ഈ പ്രായത്തിൽ അപ്പച്ചനെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? ദൈവം പോഷ്ക്ക് പറയില്ല, ദൈവം നിങ്ങൾക്ക് സന്തതിയെ നൽകും. പാസ്റ്റർ എന്തായി പറയുന്നത്? പാസ്റ്ററെ, ഇത് സത്യമാണോ? എടാ മോനെ, നിന്നെ ഞാനൊരു ദൗത്യം ഏൽപ്പിക്കുക. നീ എന്തായാലും ഇത് ആൾക്കാരിലേക്ക് എത്തിക്കും. ദൈവം പറഞ്ഞ ഈ വാഴ്ത്തത്വം നിവൃത്തിയാവുമ്പോൾ നീ തന്നെ വന്ന് ഇത് ലോകത്തോട് അറിയിക്കണം. അങ്ങനെ ആകട്ടെ പാസ്റ്ററെ. ഞങ്ങൾ എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും. ഈ ദൈവിക ദൂത് കൈമാറുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Father Lord, we thank you for bringing us into the house of your servant Abraham, and we decree that all that you have promised him, O God, will come to fulfillment, that by this time next year there shall be a cry of a baby, a child in this home, according to your word. We decree in the name of the Father. Amen. ഹലോ ഗായ്സ്, നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങളെ അപ്പച്ചനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വന്നത്. അപ്പച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ വന്നപ്പോൾ അപ്പച്ചന് തലമുറകളില്ലായിരുന്നു. എന്നാൽ അപ്പച്ചൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായ ഒരു പ്രവാചകൻ്റെ വരവോടുകൂടെ ഇവിടുത്തെ മുഴുവൻ രീതികളും മാറിയിരിക്കുകയാണ്. ആ അന്തരീക്ഷത്തെ ചേഞ്ച് ആയിരിക്കുകയാണ്. നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കുന്നത് പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ആ പാസ്റ്റർ പറഞ്ഞതുപോലെ അപ്പച്ചൻ്റെ ജീവിതത്തിൽ അപ്പച്ചൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ ഫലിക്കുന്ന രീതിയിലുള്ള പ്രവചനത്തെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടതുപോലെ ഞാനും അമ്പരന്നിരിക്കുകയാണ്. പാസ്റ്റർ പറഞ്ഞതുപോലെ 1 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. ഇവിടെ എന്താണ് നടന്നത്, പാസ്റ്റർ പ്രവചിച്ചത് നടന്നോ അതോ വൃഥാവായോ, എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും കാണിച്ചിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ. എന്നാൽ ഈ വീഡിയോയുടെ ബാക്കി 1 വർഷത്തിനുള്ളിൽ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. അത് വരുമ്പോഴേക്കും നിങ്ങൾ കാത്തിരിക്കുക. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം കുക്കുടു. 1 വർഷത്തിന് ശേഷം വ്ലോഗർ അബ്രഹാമിന്റെ ഭവനത്തിൽ. ഹാപ്പി മോർണിംഗ് ഗായ്സ്, ഐ ആം ബാക്ക്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം നമ്മൾ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അപ്പച്ചൻ്റെ വീട്ടിൽ പോയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസറായ അബ്രഹാം അപ്പച്ചൻ്റെ വീട്ടിൽ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. 1 വർഷം മുമ്പ് ഒരു പാസ്റ്റർ പ്രവചിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ അബ്രഹാം അപ്പച്ചന് ഒരു കുഞ്ഞുണ്ടാകുമെന്ന്. ഇന്നിതാ ആ ദിവസം വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം പ്രവചനം ഫലിച്ചോ ഇല്ലയോ എന്ന്. ഓ മൈ ഗാഡ് ഗൈസ്, നോക്കൂ, സാറാമ്മച്ചിയുടെ കയ്യിൽ ഒരു കുഞ്ഞ്. അപ്പച്ചാ, ഇത് സത്യമാണോ? അതേടാ കൊച്ചനെ, ദൈവം വാഗ്ദത്തം ചെയ്ത് നിനക്ക് നൽകി. അവന്റെ പേര് ഇസഹാക്ക്. അവൻ ഞങ്ങളെ ചിരിപ്പിച്ചു. അപ്പച്ചൻ നിന്ന് ചിരിക്കാതെ കുഞ്ഞിന്റെ പേര് പറ. ചിരിച്ചതല്ലടാ കുഞ്ഞെ,
സന്തോഷം കൊണ്ടാ. എന്റെ കുഞ്ഞിന്റെ പേരാ പറഞ്ഞത്, ഇസഹാക്ക്. ഓ, പേരായിരുന്നു. അന്ന് ഞാൻ സംശയത്തോടെ ചിരിച്ചു, പക്ഷെ ഇന്ന് ദൈവം എന്നെ സന്തോഷത്തോടെ ചിരിപ്പിച്ചു. എടാ മോനെ, കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒരുമിച്ച് നിന്നല്ലേ ഈ വാഗ്ദത്തം കേട്ടത്. നമ്മൾ ചിന്തിച്ചതുപോലെയല്ല അപ്പച്ചൻ അത് ഏറ്റെടുത്തത്. ഒന്നോർത്തു നോക്കി, നമ്മുടെ വിശ്വാസക്കുറവുകൊണ്ടല്ലേ നമ്മുടെ വാഗ്ദത്തങ്ങൾ നടക്കാതെ പോകുന്നത്. എന്നാൽ ഈ പ്രായത്തിലും നടക്കാൻ സാധ്യതയില്ലാത്ത ഈ വാഗ്ദത്തം നടന്നത് അപ്പച്ചൻ്റെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് നിനക്ക് മനസ്സിലായോടാ മോനെ? അതെ, കണ്ടല്ലോ ഗൈസ്, ഇതാണ് ഈ വ്ലോഗിന്റെ ക്ലൈമാക്സ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കാര്യങ്ങൾ നടക്കില്ലെന്ന് തോന്നും. ലോത്തിനെ പോലെ നമ്മൾ പച്ചപ്പുള്ള ഇടങ്ങളിലേക്ക് ഓടാൻ നോക്കും, അല്ലെങ്കിൽ ഏലിയാസറെ പോലെ നിരാശപ്പെട്ടിരിക്കും. പക്ഷേ അബ്രഹാം അപ്പച്ചൻ കാണിച്ചു തന്നൊരു പാഠമുണ്ട് നമുക്ക്. ബൈബിളിൽ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. വിശ്വാസത്താൽ അത്രേ നീതിമാൻ ജീവിക്കുന്നത്. സാഹചര്യങ്ങൾ എതിരായാലും പ്രായം തളർത്തിയാലും ലോകം കളിയാക്കിയാലും ദൈവം പറഞ്ഞ വാക്ക് ദൈവം പാലിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. നിങ്ങളുടെ ജീവിതത്തിലും വാഗ്ദത്തങ്ങൾ നിറവേറാൻ വിശ്വസിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, വിശ്വാസം മുറുകെ പിടിക്കുക. അടുത്ത വ്ളോഗിൽ കാണും വരേക്കും ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം വ്ളോഗർ കുക്കുടു.